കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച പ്രതികളെ SIT ചോദ്യം ചെയ്യുകയാണ്. ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ 5 പ്രതികളും ചോദ്യം ചെയ്യലിൽ ഹാജരായി. വേട്ടയാടപ്പെട്ടതാണ് പിണറായി വിജയന്റെ ഗൺമാൻ അനിലിന്റെ പ്രതികരണം. പോലീസ് ലംഘനമാണെന്നാണ് പറയുന്നത്. ഇതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടോ? വേട്ടയാടപ്പെട്ടു, അതില്ലെന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്ക് ആ സമയത്ത് സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? 100%. അശ്വിൻ പാലാഴിയായിരുന്നു. അശ്വിൻ, അനിൽ അടക്കമുള്ളവർ ഈ പറയുന്ന പോലീസ് കസ്റ്റഡിയിൽ മാറ്റി നിർത്തിയിരിക്കുന്ന 2 യുവ സമരക്കാരെ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് വേട്ടയാടിയ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ആ ഉദ്യോഗസ്ഥൻ പറയുന്നത് വേട്ടയാടപ്പെട്ടു എന്നാണ്. അശ്വിൻ, അശ്മി, ഏകദേശം 9:45 അനിൽ കല്ലൂരടക്കമുള്ള സന്ദീപ് അടക്കമുള്ള 5 പ്രതികളും ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SITയുടെ പ്രത്യേക മുറിയിലാണ് ചോദ്യം ചെയ്യൽ 10:15 ആരംഭിച്ചത്. ഇപ്പോൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചോദിക്കണം എന്നുള്ള കാര്യത്തിൽ SIT മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യാവലിയുണ്ട്. ആ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് അനിൽ കല്ലൂരടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്യുക. SITക്ക് പ്രധാനമായും കണ്ടെത്തേണ്ടത് അവരുടെ വകുപ്പ് നൽകാത്ത ഒരു ആയുധം എങ്ങനെ ഗൺമാന്മാരുടെ കയ്യിലെത്തി, അതുകൊണ്ട് എങ്ങനെ ആക്രമിച്ചു, അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടണം. ഒപ്പം ഈ കേസിൽ പല കണ്ടെത്തലുകളും ഉണ്ടെങ്കിലും അതിനൊന്നും ശാസ്ത്രീയമായ തെളിവുകളില്ല. തെളിവുകളുടെ അഭാവം കേസിനെ കോടതിയിൽ വിചാരണാഘട്ടത്തിൽ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേസിലെ തെളിവുകൾ ശേഖരിക്കുക, അത് പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് SIT പറയുന്നത്. അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ചോദ്യം ചെയ്യലിൽ കിട്ടുന്ന എല്ലാം SITയുടെ തുടരന്വേഷണത്തിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്തായാലും ഈ അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട്. അത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്ന വേളയിൽ മാത്രമായിരിക്കും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുക. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ തന്നെ ജാമ്യത്തിൽ വിടണം എന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ ബോണ്ടും 2 ആൾ ജാമ്യവുമാണ് അതിന് ഉപാധിയായി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പോലും 4 മണിക്ക് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഗൺമാന്മാർക്ക് തിരികെ മടങ്ങാം. നാളെയും മറ്റന്നാളും ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യും. എന്തായാലും അതീവ നിർണായകമായ ഘട്ടത്തിലൂടെ ഈ കേസ് മുന്നോട്ട് പോവുകയാണ്. 3 ദിവസം നടക്കുന്ന ചോദ്യം ചെയ്യലിലെ ആദ്യ മണിക്കൂറുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.